ഒരുപിടി ഞാൻ അഡ്വക്കേറ്റ് നിഷ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പങ്കാളിയുടെ അവിഹിത ബന്ധം ആരോപിച്ച് വിവാഹമോചന കേസ് ഫയൽ ചെയ്താൽ അത് അനുവദിച്ച് കിട്ടാൻ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം അവിഹിത ബന്ധം സാഹചര്യ തെളിവുകൾ മാത്രമാണ് നമുക്ക് ലഭിക്കാറുള്ളൂ. ഡയറക്റ്റായി ഒരു തെളിവും നമുക്ക് പലപ്പോഴും ലഭിക്കാറില്ല. കാരണം ഇത് രഹസ്യമായി നടക്കപ്പെടുന്ന ഒരു സംഗതിയാണല്ലോ. ആയതിനാൽ രഹസ്യമായ നടക്കപ്പെടുന്ന ഈ സംഗതിക്ക് ഡയറക്റ്റ് തെളിവ് ഹാജരാക്കാൻ കഴിയാത്ത പക്ഷം ഈ കേസുകളൊന്നും തെളിവുകളുടെ അഭാവത്തിൽ കോടതി പരിഗണിക്കാതെ തള്ളുന്ന സാഹചര്യമാണ് മിക്കവാറും ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ അടുത്ത് മദ്രാസ് ഹൈക്കോടതിയുടെ വന്ന ഒരു സുപ്രധാന വിധിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡയറക്റ്റ് എവിഡൻസ്, അതായത് നേരിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിഹിത ബന്ധം തെളിയിച്ചതായി കണക്കാക്കി വിവാഹമോചനം അനുവദിക്കാം എന്നാണ്. സാഹചര്യ തെളിവുകൾ എന്നാൽ ഇലക്ട്രോണിക് എവിഡൻസുകളും ആവാം, വാട്സപ്പ് സന്ദേശങ്ങൾ, അതല്ലെങ്കിൽ പലപ്പോഴും റൂം ബുക്ക് ചെയ്ത എവിഡൻസ്, ഇരുകൂട്ടരും ചേർന്ന് റൂം ബുക്ക് ചെയ്ത എവിഡൻസ്, ഈ തരത്തിലുള്ള എന്ത് സാഹചര്യ തെളിവുകൾ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞാലും അത് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹമോചനം അനുവദിക്കണം എന്നാണ് ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ഈ പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് സാഹചര്യ തെളിവുകൾ കൃത്യമായി കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ വിവാഹമോചനം അനുവദിച്ച് കിട്ടുന്നതാണ്. മുമ്പൊക്കെ സ്ട്രിക്റ്റായി മാത്രം കോടതി അവിഹിത ബന്ധം ആരോപിച്ചിട്ടുള്ള കേസുകളിൽ വിവാഹമോചനം അനുവദിച്ചിരുന്നുള്ളൂ. കാരണം പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രം ആണ് വിവാഹമോചനം അനുവദിച്ചിരുന്നത്. എന്നാൽ ഈ കോടതി വിധി നിങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കോടതി വിധിയാണ്. ഈ അടുത്തു വന്ന വിധിയാണ് ഇത്. ആയതിനാൽ നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും വിവാഹമോചനം അനുവദിക്കപ്പെട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഇത്തരം തെളിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമെങ്കിൽ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതി ഡിവോഴ്സിനായി സമീപിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിരിക്കും. താങ്ക്